ജീവകാരുണ്യപരമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഒരു വ്യാഴവട്ടക്കാലമായി സജീവമായി ഇടപെടുന്ന EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ശ്ലാഘനീയമായ ഒരു കർമ്മ പദ്ധതി കൂടി ഈ ദേശത്തിൻ്റെ പേരിൽ അഭിമാനപൂർവം അടയാളപ്പെടുകയാണ്. ജീവിതം തനിക്കുള്ളതെല്ലാം നാടിനു വേണ്ടി സമർപ്പിച്ച് സ്വന്തമായി കിടപ്പാടമില്ലാത്ത മനുഷ്യർക്ക് സ്വന്തമായി ഇടമുണ്ടാവുന്നതിനുള്ള സുപ്രധാനമായ തീരുമാനമെടുത്ത കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്റിനെ നയിച്ച സഖാവ് EMSൻ്റെ പേരിലുള്ള ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഈ പ്രദേശത്ത് എത്ര മാതൃകാപരമായി ആണ് ഇടപെടുന്നത് എന്നതിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ അത് പ്രകടമാക്കുന്നതാണ് നിങ്ങൾ ഇന്നത്തെ നടത്തുന്ന ചടങ്ങ്. ഇനിയും പൂർത്തീകരിക്കപ്പെടാത്ത നവോത്ഥാന ഭൂമികയിൽ ആചാരപരമായ കെട്ടുകാഴ്ചകൾക്കും സാമ്പ്രദായികമായ അനുഷ്ഠാനങ്ങൾക്കുമപ്പുറം ഉദാത്തമായ മാനവികതയുടെ സ്നേഹസമ്പുഷ്ടമായ ആത്മസമർപ്പണങ്ങൾ ബദിരൂർ ഗ്രാമസമൂഹം ഒന്നടങ്കം ഒറ്റ മനസ്സോടെ ഹൃദയപൂർവം ഏറ്റെടുക്കപ്പെട്ട ഈ ചരിത്രപരമായ ധന്യമുഹൂർത്തത്തിൽ ഈ ഗ്രാമത്തെ കാരുണ്യപൂർവം ചേർത്തുപിടിച്ച് EMS ചാരിറ്റബിൾ സൊസൈറ്റി പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തോട് ചിലതൊക്കെ പറയാനുണ്ട്. ഉപയോഗിക്കുമ്പോൾ ആ ഭൗതിക ശരീരം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ ഒപ്പം തന്നെ ആ ഭൗതിക ശരീരം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ ബന്ധുക്കളുടെയും സമ്മതം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സാക്ഷ്യപത്രത്തിൽ എല്ലാ ബന്ധുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും എല്ലാം തന്നെ ഒപ്പും മേൽവിലാസവും എല്ലാം നമ്മൾ ശേഖരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ദാനം ചെയ്യാനായിട്ടുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ സഹോദരങ്ങൾ തുടങ്ങിയ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ സമ്മതം സാക്ഷ്യപത്രത്തിലൂടെ നൽകേണ്ടതാണ്. നന്ദി വാക്കിലൂടെയാണ് ഞാനത് തുടങ്ങുന്നത്. കാരണം അദ്ദേഹം എന്നെ വന്ന് ഇത്രയും ഈ ഗ്രാമത്തിൽ നിന്ന്, അതായത് വെസ്റ്റ് ബദിരൂർ EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി തയ്യാറായവർക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുക, അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടക്കുന്ന ഒരു ചടങ്ങ് എന്തുകൊണ്ടും സന്തോഷകരം തന്നെയാണ്. ആക്സിഡന്റിൽ മരണപ്പെട്ടു. മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോൾ അവരുടെ കുടുംബം പറയാനുള്ളതൊക്കെ സ്വന്തം ജീവിതത്തിലും പകുത്തെടുത്ത് ചെയ്യാനും കൂടിയുള്ളതാണെന്നും ഈ ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും അവർക്ക് ഊർജമായ സഹയാത്രികരായ ദേശവാസികളുടെയും ഈ ചടങ്ങിലുള്ള നേരിട്ടുള്ള പങ്കാളിത്തം ഏവരെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ പദ്ധതിയിൽ ചെറുപ്പക്കാരുടെ പൊതുവായി സ്വമേധയാലുള്ള ആഭിമുഖ്യവും അതോടൊപ്പം സ്ത്രീകളുടെ അഭൂതപൂർവമായ പങ്കാളിത്തവും എടുത്തു പറയേണ്ടതാണ്. പകുതിയിലധികവും സ്ത്രീകളാണ്. 7 ദമ്പതികൾ. ലോകത്ത്, ഈ ഭൂമുഖത്ത് എവിടെയായാലും ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ജീവദശയിലെ ജീവിതം തന്നെയാണ്. ഭൗതിക ശരീരം എന്ന മാധ്യമത്തിലൂടെയാണ് ഒരിക്കൽ മാത്രം അവകാശപ്പെട്ട ജീവിതം ജീവിച്ചു തീർക്കുന്നത്. ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കാൻ വേണ്ടതൊക്കെ ചുറ്റുപാടുകളിൽ നിന്ന് കവർന്നെടുത്ത് വിട പറയുമ്പോൾ ഈ സമൂഹത്തിന് തിരിച്ചു നൽകാൻ നിങ്ങൾക്ക് മാത്രമായി അവകാശപ്പെട്ടത് ഈ ഭൗതിക ശരീരം മാത്രം അല്ലേ? ഏതൊരാൾക്കും ജീവിതം ഒന്നു മാത്രം, ഒരിക്കൽ മാത്രമേ അതിന് അവസരമുള്ളൂ എന്നതുകൊണ്ട് കൂടിയാണ് ഈ ജീവിതം ഏതൊരാൾക്കും ഏറ്റവും വിലപ്പെട്ടതാകുന്നത്, ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത്. മരണസമയത്ത് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ഉറ്റുനോക്കുന്ന മക്കളോടും കുടുംബാംഗങ്ങളോടും ചുറ്റുവട്ടത്തോടും ഒരിക്കൽ മാത്രം അർഹതപ്പെട്ട ഈ ജീവിതം കൊണ്ട് നിങ്ങൾ എന്തായിരുന്നു, എന്തു നേടി എന്നാണ് അവരോട് ആത്മാഭിമാനത്തോടെ
പറയാനുള്ളത് എന്ന് ആലോചിക്കാറുണ്ടോ? അവശേഷിക്കുന്ന ഭൗതിക ശരീരം മറ്റൊരാൾക്കെങ്കിലും ജീവിതം തുടരാൻ ഉറവിടമാകുന്നുവെങ്കിൽ അതിലൂടെ സമൂഹത്തിന് നൽകുന്ന മറുപടി ജീവിച്ചു തീർത്ത നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അർത്ഥപൂർണമായ ഒരു സന്ദേശമാകില്ലേ? ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയുമേറെ പേർ ഈ മഹാദാന ശൃംഖലയിൽ കണ്ണികളാകുന്നതിന് സന്നദ്ധരായി മുന്നോട്ട് വരുന്നു എന്നത് ചാരിതാർത്ഥ്യകരമാണ്. ഊഷ്മളമായ സാന്നിധ്യം കൊണ്ട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി.